ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും മല്ലിക്കുട്ടിയും കൂടി മാത്രമായിട്ട് കാസർഗോഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോണ വീഡിയോ ആണ് കേട്ടോ. മോർണിംഗ് ഒരു 10 മണിക്കൊക്കെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഷൊർണൂരിനായിരുന്നു എനിക്ക് ട്രെയിന്. പക്ഷേ ട്രെയിൻ ഒരു 1 hour ഡിലേ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എത്താനൊക്കെ വൈകി പോയി. കാഞ്ഞങ്ങാടേക്കായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ പയ്യന്നൂർ ഇറങ്ങി. പയ്യന്നൂർ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്ത് കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മൾ അവിടെ വന്നിട്ട് പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ കയറിയ ട്രെയിനിൽ തന്നെ കോഴിക്കോട് നിന്നും തലശ്ശേരി നിന്നൊക്കെ ആയിട്ട് വേറെയും ഫ്രണ്ട്സ് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു 2 കാർ ഉണ്ടായിരുന്നു. ഒരുമിച്ചാണ് കല്യാണ വീട്ടിലേക്ക് പോയത്. കാഞ്ഞങ്ങാട് കുറച്ചും കൂടെ പോകാനുണ്ട് കേട്ടോ വീട്ടിലേക്ക് ചെക്കൻ്റെ. അപ്പോൾ അത്യാവശ്യം ഒരു 2 മണിക്കൂറോളം ട്രാവലിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ എല്ലാവരും ലാസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തത്. അതിനുശേഷം പലപ്പോഴും പലരും കൂടിയിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ കാരണം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ട സമയത്ത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് കാണുന്നത് എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസും ഗ്യാപ്പും ഒന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ എങ്ങനെയായിരുന്നോ പഠിക്കുന്ന സമയത്ത് അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഫീൽ ചെയ്തത്. ഞങ്ങൾ ചളിയൊക്കെ പറഞ്ഞ്, പിന്നെ അവരെന്നെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ട് ട്രോളെന്നൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ വെഡിങ് ആണ്, അതുകൊണ്ട് തലേ ദിവസം മധുരം വെപ്പ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. 7-7:30 ഒക്കെ ആകുമ്പോൾ പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടിയപ്പോൾ വീണ്ടും ഞങ്ങൾ പഴയ ആ കോളേജ് പിള്ളേരായി മാറി. പാട്ടും ഡാൻസും എല്ലാം കൊണ്ടും ഒരേ വൈബ്. അവിടെ DJയും നല്ല അടിപൊളി പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ ഒരേ പൊളി തന്നെ. എന്താ പറയുക, ഡാൻസൊക്കെ കളിക്കാനൊക്കെ കുറേ എല്ലാവരും ജോലിക്കൊക്കെ കയറി എല്ലാവരും ഓരോരോ വഴിക്കാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുമ്പോഴാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ത്രില്ലൊക്കെ. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഒരുപാട് അടിച്ചു പൊളിച്ചു. അപ്പം നമ്മുടെ കല്യാണ ചെക്കനും നല്ല വൈബ് തന്നെയായിരുന്നു, നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ്, കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല വൈബുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അല്ലിക്കുട്ടി ചെറുതായിട്ട് ഇങ്ങനെ അലമ്പാക്കാൻ തുടങ്ങി. അവൾ കുറക്കമൊക്കെ വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവിടെ നിന്ന് മാറി നിന്നു. കാരണം അവൾക്ക് ഇറിറ്റേഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ബാക്കി അവിടുത്തെ പ്രോഗ്രാമൊക്കെ ഏകദേശം 10-11 മണി വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ വീണ്ടും ഒരു സ്റ്റേജ് കിട്ടിയ ആവേശത്തിൽ അവർ ഭയങ്കരമായിട്ട് തകർക്കുമായിരുന്നു. പെമ്പിള്ളാരും ആമ്പിള്ളേരും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് DJ ഒക്കെ ആഘോഷിച്ച് കല്യാണത്തലേന്ന് അടിച്ചു പൊളിച്ചു. പിള്ളേരുടെ അടിപൊളി ഡാൻസിന് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തൊരു ബോറാണല്ലേ. പക്ഷേ എന്ത് ചെയ്യാനാ, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പാട്ട് യൂട്യൂബിൽ നമുക്ക് ഇടാൻ പാടില്ലല്ലോ. അപ്പം അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവരുടെ ഡാൻസിന് കൊടുക്കുന്നത്. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല അടിപൊളി പരിപാടിയായിരുന്നു അവിടെ. പാട്ടും ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നെയ്ച്ചോറും ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ സ്റ്റേൻ്റെ അവിടേക്ക് പോകാനിട്ടുണ്ടായത്. സ്റ്റേൻ്റെ അവിടേക്ക് പോകുമ്പോഴത്തേന് ഏകദേശം 11:45-12 മണി അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഡോർമെറ്ററി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ ഡാൻസൊക്കെ കളിച്ച് നമ്മുടെ വാട്ടർ DJ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ നനഞ്ഞ കോഴികളെ പോലെയാണ് പോകുന്നത്. ഞാൻ പിന്നെ അതിലേക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂളായിട്ട് പോയി. പറഞ്ഞല്ലോ, എൻ്റെ കല്യാണത്തിനാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലാസ്റ്റ് കാണുന്നത്. പക്ഷേ നമ്മുടെ കല്യാണം ആവുന്ന സമയത്ത് നമുക്ക് കൂടെ വന്നവരെയൊന്നും അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ പോളേട്ടിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്തിരുന്നവരായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് 3-4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും ഒരുമിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് ഒരു ദിവസം അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. രാവിലെ പിന്നെ ഒരു ബഹളമായിരുന്നു കേട്ടോ. എല്ലാവരും ഡ്രസ്സ് മാറ്റലും സാരി ഉടുക്കലും എല്ലാം കൂടെ ഒരു തിരക്കായിരുന്നു. തലേ ദിവസം ഞങ്ങൾ നേരം വൈകിട്ടാണ് പോയത്. അപ്പോൾ ഇപ്രാവശ്യവും ഇതേപോലെ തന്നെ അവർ കല്യാണച്ചൊക്കെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നിങ്ങളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ ഇന്നും നേരം വൈകിട്ട് തന്നെയാണ് പോയത് ഒരുങ്ങി കിട്ടി. കാഞ്ഞങ്ങാട് നിന്ന് പിന്നെയും കുറച്ച് ദൂരം പോകാനുണ്ട് നമ്മുടെ പോളേട്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ ഒരു മലയോര പ്രദേശം പോലെയാണ്, അതായത് നല്ല അടിപൊളി സ്ഥലമാണ്. ഫുള്ള് നമുക്ക് റോഡിലൂടെ പോകുന്ന സമയത്ത് തന്നെ കുന്നും മലയൊക്കെ കാണാൻ പറ്റും. കുറേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹരിതാപം പച്ചപ്പൊക്കെയുള്ള സ്ഥലമാണ്. പിന്നെ അതേപോലെ തന്നെ കുറേ റബ്ബറും അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളീ പോകുന്നത്. അച്ചു സംഗി ഹായ് പറഞ്ഞോളൂ. അങ്ങനത്തെ നമ്മൾ കല്യാണ ചെക്കൻ്റെ വീട്ടിലെത്തി. പിന്നെ ഭക്ഷണം കഴിക്കുകയാണ്. അല്ലിക്കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവൾ കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ല. ഇനി മാമനെ മതി. അവൻ കൊടുത്തു, ചെറുത് കൊടുക്കണം. എടാ
മമ്പള്ളി മാമൻ. പൂവ് കായിക ആ ക്യാമറ നമുക്ക് മെയിനാ അല്ലേ? ആദ്യം പറഞ്ഞതായിരിക്കും, അമ്മന്നായിരിക്കൂല. ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ചർച്ചിലേക്ക് പോകുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചർച്ചിലേക്ക് നേരെ പോവാണ് കേട്ടോ ചെയ്തത്. അമ്മാവൻ ചേട്ടനല്ല അമ്മാവൻ നമ്പർ 2. പിന്നെ ഒരു വണ്ടി നിറയെ അമ്മാവന്മാരും അമ്മായിമാരും കാറിൽ പോകുന്നുണ്ട് മുമ്പില്. അവന്മാരെ മാമ എന്നൊന്നും വിളിക്കണ്ട, ചേട്ടൻ എന്നൊക്കെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എന്തായാലും എല്ലാം കൊണ്ട് നിങ്ങളെല്ലാവരും മാമൻ മാമീനെ വിളിപ്പിക്കൂന്ന്. ഫൈനലി ഞങ്ങൾ ചർച്ചിലെത്തി. അവിടെ ഓൾറെഡി പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കുർബാന ഉണ്ടായിരുന്നു. അപ്പം ഒരു 3 മണിക്കൂറൊക്കെ കുർബാന ഉണ്ടായിരുന്നു പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ക്രിസ്ത്യൻ വെഡിങ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ചർച്ചിലൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നമ്മുടെ പോളേട്ടൻ്റെ കല്യാണം. അവർ രണ്ടുപേരും ആ കോസ്റ്റ്യൂമിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പം ഈ ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ഈ ഗൗണൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. അതേപോലെ നമ്മുടെ ബ്രൈഡ് ദിൽന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വൈറ്റ് ഗൗണൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോളേട്ടൻ കല്യാണച്ചക്കനും നല്ല സുന്ദരനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2-3 മണിക്കൂർ നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. അതായത് കുർബാനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവർ താലിയൊക്കെ കെട്ടി. അപ്പോഴത്തേക്കിനും പുറത്തും ഭയങ്കര മഴയായിരുന്നു. സാരിയൊക്കെ എടുത്ത് കല്യാണത്തിന് പോയ ഞാൻ അവസാനം സാരിയൊക്കെ അഴിച്ചു മാറ്റിയിട്ടോ. കാരണം കുട്ടീനെ വെച്ചിട്ട് സാരിയൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പോരാത്തതിന് ഭയങ്കര മഴയും. അപ്പോൾ പിന്നെ ഞാൻ സാരിയൊക്കെ മാറ്റി ഒരു ചുരിദാർ എടുത്തിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. അവിടെ നല്ല എന്താ പറയുക ലൈവായിട്ട് ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നു കേട്ടോ. ഫുഡാണ് ഇന്നത്തെ പരിപാടിയുടെ പ്രധാന താരം. ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് കട്ട്ലേറ്റും പിന്നെ അതേപോലെ തന്നെ കെച്ചപ്പൊക്കെ കൊണ്ടുവന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് അപ്പവും പിന്നെ അതേപോലെ തന്നെ ബീഫും ആയിരുന്നു കേട്ടോ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ അപ്പവും ബീഫൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ട്രൈ ചെയ്തു. നമുക്ക് മീൻകറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, ഇഞ്ചിപ്പുളി ഉണ്ട്, ഫ്രൈ ഉണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, അച്ചാറുണ്ട്, ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, അവിയലുണ്ട്, സാലഡ്, പിന്നെന്നുള്ള പിന്നെ ഗീസ് ബേറ്റർ ഉണ്ട്, മമ്പള്ളി. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അങ്ങനെ അവിടെ സൊറ പറഞ്ഞിരുന്നു കുറച്ച് നേരം. ആ കുട്ടി സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി. അതൊന്നും എടുത്തു കൊടുക്കും. ശേഷം പിന്നെ ഫോട്ടോ സെഷൻ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കല്യാണച്ചക്കൻ്റെ കൂട്ടിയിട്ട്. പിന്നെ നമ്മുടെ കല്യാണച്ചക്കനെ പറ്റിയിട്ട് നല്ലോണം പൊക്കി അടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല പൊക്കി അടിച്ച് വീഡിയോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ദിലിന ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു. ഞങ്ങളൊരു 4 മണിയോട് കൂടിയിട്ട് അവിടുന്ന് ഇറങ്ങി. കാരണം കൂടെയുള്ള പലർക്കും അന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകാനും അതേപോലെ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ഷിഫ്റ്റും മോർണിംഗ് ഷിഫ്റ്റൊക്കെ ഏർലി മോർണിംഗ് ഷിഫ്റ്റൊക്കെ വരുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് കുറേ പേര് അന്ന് തന്നെ രാത്രി തിരിച്ച് ജോലി സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. അപ്പം ഞാൻ അന്ന് അവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വരാനാണ് പ്ലാൻ ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ഒരുപാട് വൈകി പോകും. അതുകൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മാലം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഏതോ മലയൊക്കെ ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുള്ളതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അവർ എൻജോയ് ചെയ്യുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ മാങ്ങാട്ടുപറമ്പ് ഞങ്ങളുടെ ക്യാമ്പസിലും കയറിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ നിന്ന് റൗണ്ട് അടിച്ചിട്ട് പോന്നു. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല, രാത്രി ആയിട്ടുണ്ടായിരുന്നു.
അവിടെ ക്യാമ്പസിലാവുന്ന സമയത്ത് വൈകുന്നേരം നമ്മൾ ചുമ്മാ നാരങ്ങ സോഡ കുടിക്കാനും പിന്നെ അതേപോലെ തന്നെ മിഠായി വാങ്ങിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്ന ഒരു കടയുണ്ടായിരുന്നു. ക്യാമ്പസിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ഭരതേട്ടൻ്റെ കട എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് ഭരതേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. മൂപ്പർക്ക് നമ്മളെയൊക്കെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായി. ആ കൈയൊന്ന് കാണിച്ചേ, കുട്ടീൻ്റെ പാൽക്കുപ്പി, ഉടുപ്പ്, ചെട്ടി എല്ലാം ഉണ്ട്. തലശ്ശേരി അച്ചുവിൻ്റെ വീട്ടിലെത്തി. പിന്നെ അവിടുന്ന് വിഷ്ണുവും നിവിനും ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോയി. ഞാൻ പിറ്റേ ദിവസമാണ് പോകുന്നത്. അങ്ങനെ ഞാൻ പോവാണ് ഗൈസ്. ഞങ്ങൾ 2 പേരില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ബട്ട് ഞാനൊക്കെ പോകും. ഇവിടുന്ന് പറഞ്ഞൊന്നും കേൾക്കൂല ഫോണിൽ. ഞാനിപ്പം പോവും. 9:30 എൻ്റെ ട്രെയിന്. അല്ലിക്കുട്ടിയുണ്ട്. അല്ലിക്കുട്ടി ഇവിടെ കിടന്ന് വികൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചു ഉണ്ട്. അച്ചു എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ആക്കി ട്രെയിൻ കയറ്റിയിട്ട് അവളും പോവും. ഇനി എന്ന് കാണുമോ എന്തോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും 2 വഴിക്കായി. നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ്. കുറേ ചെടികളൊക്കെ ഉണ്ട്. അങ്ങനെ അടുത്ത തവണ കാണുന്നവരേക്കും ഒരുപാട് ഓർമ്മകളുമായിട്ട് ഞങ്ങൾ പിന്നെയും പല വഴിക്കായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.